ONV കവിതകളുടെ ആത്മാവ് തേടിപ്പോയ ഒരു ആസ്വാദകയാണ് നമ്മുടെ അടുത്ത അതിഥി ഡോക്ടർ എസ് ശ്രീദേവി. ശ്രീദേവി ഈ ഒരു അധ്യാപകനെ അഭിമാനിക്കാവുന്ന ചില ശിഷ്യന്മാരുണ്ട്, നേരത്തെ ഇവിടെ വന്നുവല്ലോ. അതുപോലെ എനിക്ക് വളരെയധികം അഭിമാനമുള്ള എൻ്റെ ഒരു പൂർവ്വ ശിഷ്യയാണ്. പിന്നെ അധ്യാപകരുടെ അധ്യാപികയായി ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്തു. അതിലുപരിയായിട്ട് നമ്മുടെ കവിതയ്ക്ക് ഉണ്ടാകുന്ന നിരൂപണങ്ങളൊക്കെ ഞാൻ നിസ്സംഗമായി വായിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഈ കവിതയുടെ ആത്മാവിൽ തൊട്ടല്ലോ എന്ന് എനിക്ക് ഒരു അനുഭവം ഉണ്ടാക്കിയ ഒരു ലേഖിക കൂടിയാണ്. വിമർശകയെന്നോ നിരൂപിക എന്ന് വേണമെങ്കിൽ പറയാം. എന്നും ആസ്വാദകയെ അറിയപ്പെടാനാണ് ആഗ്രഹം. വിമർശനമല്ല, സാറിൻ്റെ കവിതയൊക്കെ ഞാൻ അങ്ങോട്ട് ഇൻറ്റേർണലൈസ് ചെയ്തിട്ട് ആസ്വദിച്ച് തിരിച്ചു കൊടുക്കുക ചെയ്യുന്നു. സാറ് തന്നെ എനിക്ക് എഴുതിയ ഒരു എഴുത്തിൽ എഴുതിയിട്ടുണ്ട്, സൂര്യഗീതത്തിനെ പറ്റി ഞാൻ സംസ്കാര കേരളത്തിലൊരു ആർട്ടിക്കിൾ എഴുതി. ഒത്തിരി നാൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ടാണ് അത് എഴുതിയത്. എനിക്ക് പാകമെന്ന് തോന്നിയപ്പോഴാണ് അത് എഴുതിയത്. അപ്പോൾ സാറത് വായിച്ചിട്ട് എനിക്ക് എഴുതി, കുസുമേ കുസുമോൽപ്പത്തി, ശ്രീദേവിയുടെ കവിതാസ്വാദനം എനിക്കിഷ്ടമായി എന്ന് എഴുതി. ഒരു ക്രിറ്റിസിസം എന്ന രീതിയിലല്ല, എന്തെങ്കിലും ഒരു ഇതായിരുന്നെങ്കിൽ എന്ന് പറയാനുള്ള ധാർഷ്ട്യം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടോ? ഉണ്ടല്ലോ, ഞാൻ ചെയ്തിട്ടുണ്ട്. സാർ ഏത് കവിത എഴുതിയാലും എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഉണ്ടല്ലോ, സാറിന് ഒരു പരിമിതി എന്ന് വേണമെങ്കിൽ പറയാവുന്ന അതാണ് എൻ്റെ ക്രിറ്റിസിസം. അതായത് ചില ആളുകൾ പച്ചയ്ക്ക് പലതും പറയുന്നത് പോലെ സാർ ഒരിക്കലും പറയില്ല. സാറ് വളരെ ഒരു ഇറോട്ടിക്കായിട്ടുള്ള ഒരു കാമാന്ധമായ ഒരു വികാരം പോലും വളരെ സഭ്യമായിട്ട് ഇത് വായിച്ച ഒരാളിനെ നെറ്റി ചുളിക്കാൻ ഇടയാക്കില്ലാത്ത രീതിയിലേ സാർ എഴുതുള്ളൂ. തേക്ക് തളിർത്തപ്പോൾ എന്ന് പറഞ്ഞാൽ അധികം ആരും വായിക്കാത്ത സാറിൻ്റെ ഒരു കവിതയുണ്ട്, അടിമുടി കൊച്ചു കവിത. അസല് ശരിക്കും പറഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുന്ന ഒരു പച്ചയായ മനുഷ്യരുടെ ശരീര സ്നേഹത്തെക്കുറിച്ചാണ്. അതിൻ്റെ ബിംബം ആ തേക്ക് പിറ്റേ ദിവസം തളിർത്തങ്ങ് നിൽക്കുക. പക്ഷേ അതുപോലും ഉണ്ടല്ലോ വളരെ ഭംഗിയായിട്ട് കാളിക്കിടാവും ദാരികനും കൂടെയുള്ള ആ ഒരു സ്നേഹത്തിനെ പറ്റി സാർ എഴുതിയിരിക്കുന്ന വായിക്കുമ്പോൾ അറിയാം. മനസ്സിൽ ഒരുപാട് സംസ്കാരമുള്ള ഒരാളിന് വേണമെങ്കിൽ ഈ രതി സംബന്ധമായ കാര്യങ്ങൾ പോലും ഭാഷയുടെ പരിമിതി കൊണ്ട് മോശമാക്കി കളയാതെ ഭാഷയുടെ സമ്പത്ത് കൊണ്ട് എങ്ങനെ അത് ഭംഗിയാക്കി കൊണ്ടുവരും എന്നുള്ളതാണ്. സ്ത്രീ പലപ്പോഴും സാറിൻ്റെ കവിതകൾ രതിചിഹ്നമായിട്ടില്ല, സാംസ്കാരിക ചിഹ്നമായിട്ടാണ് വരുന്നത്. പലപ്പോഴും ഞാൻ ഇത് വായിച്ചപ്പോൾ, സാറിൻ്റെ ഈ തേക്ക് തഴുത്തപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഗുഡേർത്തിനകത്ത് വാങ്ലുങ്ങിൻ്റെ ആദ്യ രാത്രിയുണ്ട്, ഒന്നും പറഞ്ഞിട്ടില്ല, പൊട്ടി ഒരു ചിരി എന്നാണ്. പൊട്ടി ഇങ്ങനെ ചിരിക്കുകയും സത്യജിത്രയുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ ഒരു ഹെയർ പിൻ എടുത്തോണ്ട് പോകുന്ന എക്സാക്ട്ലി അതാണ്. അല്ലാതെ ആവശ്യമില്ലാതെ അടിപൊളി ആസ്വാദകർക്ക് അതൊന്നും പോരായികയൊന്നുമില്ല. അതെന്താണെന്നറിയാമോ, അത് ഞാൻ ഇവരോട് സമ്മതിക്കില്ല. എല്ലാം പഴങ്കഞ്ഞി മാത്രം ഒരാൾക്ക് കൊടുത്തിട്ട് കാഡ്ബറീസ് ഇഷ്ടമല്ല എന്ന് പറയുന്ന പോലെ. കാഡ്ബറീസ് കഴിച്ചിട്ടില്ലാത്തൊരു ജോലിക്കാരി എന്നോട് പറയും, ഇതിന് ചെവ. അവർ കഴിച്ച ശീലമില്ല, മനസ്സിലായോ? പഴങ്കഞ്ഞി മാത്രമേ അവർ കുടിച്ചിട്ടുള്ളൂ, അത് നല്ല സ്വാദാ. മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഞെരടി കുടിക്കാം. അത് കഴിച്ച ഒരാളിന് കാഡ്ബറീസ് ചെവ എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? തീരെ ശീലം വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ അധ്യാപകരെ പഠിപ്പിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. സാറിൻ്റെ കവിത ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സൊക്കെ എടുക്കാമെന്ന് പറയുമ്പം അധ്യാപക വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് പറയുന്നത് എന്താണെന്നോ, ഒരു കുഴപ്പമില്ലാതെ പഠിപ്പിക്കാവുന്നതാണ് കേട്ടോ, ഇതൊരു കുഴപ്പമില്ലാതെ പഠിപ്പിക്കാം. കവിത ആസ്വദിക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ട് ഇട്ട് കൊടുക്കണം. ചില ആളുകൾക്ക് സാറ് തന്നെ ഒരെണ്ണം പറഞ്ഞ് എനിക്ക് പോലും തോന്നി, ഏതാന്ന് പറയട്ടെ, മറ്റേ നന്ദിക്കകത്ത് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്, നന്ദിനി തന്നൊരിളം നീല രാവുകൾക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, നന്ദിനി നൽകാൻ മടിച്ച പൂച്ചെണ്ടുകൾക്ക്, എൻ്റെ വിളക്കിൽ എരിയാത്ത ജ്വാലകൾക്ക്, വേറെ എവിടെയോ എരിഞ്ഞു, എൻ്റെ വിളക്കിൽ എരിയാത്ത ജ്വാലകൾക്ക്, എൻ്റെ മണ്ണിൽ വീണൊഴുകാത്ത മുകിലുകൾക്ക്, എന്നെ തലോടാതെ എന്നിൽ തളിർക്കാതെ എങ്ങോ മറഞ്ഞൊരു ഉഷസന്ധ്യകൾക്ക്, എൻ്റെ കണ്ണിലുടഞ്ഞ കിനാവിൻ കുമിളകൾക്ക്, എല്ലാം എനിക്കു നീ നൽകാൻ മടിച്ചവയ്ക്ക്. ഈ മടിച്ചവ എന്ന് പറയുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ആക്ച്വലി അത് കയ്യിലുണ്ടായിരുന്നു, തന്നില്ല തൽക്കാലത്തേക്ക്, ഞാനത് വാങ്ങിക്കും, തന്നില്ല, പിന്നെ അത് കിട്ടും എന്നുള്ളതിൽ ഇങ്ങനെ പോകാൻ. അപ്പം ദുരൂഹത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഏതിൻ്റെ ഭാഗമാണെന്നോ അനൂപ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാവ്യ സംസ്കാരം നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നതോടെ ദുരൂഹത മഞ്ഞുപോലെ മാഞ്ഞു പോകും.
ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, പറയാതെ എനിക്ക് ഒക്കില്ല. എന്നെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും അധികം വിടുകയില്ലാത്ത എൻ്റെ ഭർത്താവ് ONV സാർ പ്രസംഗിക്കുന്ന കേട്ടപ്പോൾ, അതാരെങ്കിലും പറഞ്ഞോന്ന് എനിക്കറിയാൻ മേല. ONV സാർ ഒരിക്കൽ പ്രസംഗിക്കുന്ന കേട്ട് ഇതാരാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ സാറാ ONV സാറാന്ന് പറയും. സാറൊക്കെ പ്രസംഗിക്കുമ്പോഴാണ് മലയാളം വാസ്തവത്തിൽ ഇത്രയും നല്ലൊരു ഭാഷയാണെന്ന് തോന്നുന്നു. അത്തരം ഒരു മുരടൻ മനുഷ്യൻ പറഞ്ഞതും കൂടെ ഞാൻ പറഞ്ഞു എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാമില്ല, സാറിൻ്റെ കവിത പോലെ ഭംഗിയുള്ളൊരു കാര്യമാണ് സാറ് പ്രസംഗിക്കുന്നത്. ടീച്ചറിന്റെ ഈ ഒരു സിൻസിയറിറ്റിയും വല്ലാതെ അസൂയാവഹമാണ്. കഥകളിയിലൊക്കെ നമ്മൾ പറയില്ലേ മേജർ സെറ്റ് എന്ന്, മേജർ സെറ്റാ എന്നെ പഠിപ്പിച്ചത്. ടീച്ചർ, നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കവിത കൂടി ടീച്ചർ സാറിന്റെ പിന്നെ പറയേണ്ട താമസമുള്ളൂ, ഇപ്പൊ ചൊല്ലും. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പക്കതിരിൻ്റെ നിറമാണ്, പേടിച്ച പേടമാൻമിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിന്നലങ്കാരം ഒന്നുമില്ല.